നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. ഭീമാ മൻസിലിൽ ബഷീറാണ് മരിച്ചത്. കുളത്തൂപ്പുഴ ടൗണിലേക്ക് പോകുമ്പോഴായിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണം. ചികിത്സയ്ക്ക് കൈക്കൂലി. ഫിസിയോതെറാപ്പിസ്റ്റിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കായംകുളം ചേരാവള്ളി സ്വദേശി രജനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ NHM കരാർ ജീവനക്കാരനാണ്. കുണ്ടറ സ്വദേശി സിയാദിന്റെ മരണം. CPO ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. കൗമാരക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി അഖിലാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. ഭീമാ മൻസിലിൽ 68-കാരനായ ബഷീറാണ് മരിച്ചത്. രാവിലെ കുളത്തൂപ്പുഴ ടൗണിലേക്ക് പോകുമ്പോഴാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം സംഭവിച്ചത്. ഭീമാ മൻസിലിൽ ബഷീറാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. കുളത്തൂപ്പുഴ ടൗണിലേക്ക് പോകുന്നതിനിടെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി ബഷീറിന് പരിക്കേറ്റിരുന്നു. സംഭവത്തെ തുടർന്ന് ബഷീറിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. രാഷ്ട്രീയം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. UDF ആയാലും LDF ആയാലും NDA ആയാലും ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കണം എന്നതാണ് പ്രശ്നം. ഏറ്റവും കാതലായ വിഷയം മനുഷ്യ ജീവനേക്കാൾ വില കാട്ടുമൃഗങ്ങൾക്ക് നൽകുന്ന നിയമമാണ് ഈ രാജ്യത്ത് മാറേണ്ടത്. ഈ നിയമം മാറ്റത്തിലൂടെ അല്ലാതെ ഇതിന് സ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാകില്ല. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നിയമ നിർമ്മാണം നടക്കണം. മനുഷ്യ ജീവന് വില ഉണ്ടാകുന്ന ഒരു നിയമം ഈ രാജ്യത്തുണ്ടാകണം. ഇപ്പം മൃഗങ്ങൾക്കുള്ള ജീവനാണ് വില കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം. വനം വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് എത്താൻ വൈകിയെന്നും ആക്ഷേപമുണ്ട്. കാട്ടുപോത്തിന്റെ ശല്യം ഏറെ നാളായി രൂക്ഷമാണെന്നും നിരവധി തവണ പരാതി നൽകിയിട്ടും വനം വകുപ്പ് ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ല എന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. നിരവധി തവണ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വന്യമൃഗശല്യം ഒഴിവാക്കണമെന്ന്. യാതൊരു വിലയും ഇക്കാര്യത്തിൽ വനം വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. മൃതദേഹം കളക്ടർ വരാതെ ഇവിടുന്ന് എടുക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. കളക്ടർ വന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നത് വരെ ഈ ബോഡി ഇവിടുന്ന് ഇതിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾ അനുവദിക്കുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ ജനങ്ങൾ ഭയന്നാണ് കഴിയുന്നതെന്നും അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാട്ടുപോത്തിന്റെ ശല്യം സന്ധ്യയ്ക്ക് തൊട്ട് താഴ്വശത്ത് 4 എണ്ണം ഇന്നലെ രാത്രി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ലൈറ്റ് അടിച്ച് നോക്കിയതാണ്. അത് രാത്രി കയറി പോയിട്ട് രാവിലെ വെളുപ്പിനെ ഇറങ്ങി വരുന്ന ഈ ഓഫീസിനയിലേക്കൂടെ. അതാണ് സംഭവം. നിത്യം ഇത് തന്നെയാണ്. എന്തോ ചെയ്യാനൊക്കെ ഞങ്ങൾ ഈ പാവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. ഞങ്ങളെയൊക്കെ കയറി വെളിയിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? അയാളാണെ അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചു. ദാരുണമായിട്ടുള്ള അന്ത്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതിൽ എല്ലാവരും ദുഃഖിക്കുന്നവരോടൊപ്പം വലിയ പ്രതിഷേധവും ആളുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ DFO ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കുടുംബത്തിന് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, എന്ത് ആശ്വാസമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി സഹായം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് DFO ഇവിടെ പറഞ്ഞ് നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ട് സമാധാനപരമായി ഇനി മേലിൽ ഒരു കാരണവശാലും ഈ കുളത്തൂപ്പുഴയോ ഫോറസ്റ്റ് മേഖലയിലെ ഒരു മനുഷ്യജീവനും ഇനി പൊലിയാൻ പാടില്ല. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഫോറസ്റ്റ് സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് DFO പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ട് നമുക്ക് അതിന് ഒരു പരിഹാരത്തിന് വേണ്ടി ഇപ്പോൾ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്കൊരു മാറ്റം വരുത്താനും ഈ ബോഡി എടുത്ത് മാറ്റുന്നതിനും കഴിയുമെങ്കിൽ നമുക്കത് ചെയ്യണം. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.
കുണ്ടറയിലെ യുവാവിന്റെ മരണം. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP കുണ്ടറ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പെരുമ്പുഴ ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധ യോഗം. പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ നിഷ്ക്രിയത്വം കാണിക്കുന്ന ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം നടന്നത്. BJP കുണ്ടറ മണ്ഡലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പെരുമ്പുഴ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം ദക്ഷിണ മേഖലാ സെക്രട്ടറി നെടുമ്പന ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷവും വലതുപക്ഷവും CPI ഒക്കെ നടത്തി കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത്? അവരുടെ പോലീസല്ല ഈ കാണിക്കുന്ന അതിക്രമങ്ങൾ. അവർക്ക് എന്ത് ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഭരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ പോലീസിന്റെ നെറികെട്ട നടപടിക്കെതിരെയാണ് ഈ ശക്തമായ പ്രതിഷേധ ധർണ ഈ പെരുമ്പഴയിൽ നടക്കുന്നത്. അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സമിതി അംഗം വെള്ളിമൺ ദിലീപ്, മണ്ഡലം പ്രസിഡന്റ് സച്ചു പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് ചിറക്കോണം, നേതാക്കളായ ഷാജു മോൻ, സ്വപ്ന, രാജി, അനിലാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കർഷകർക്ക് പരിശീലനം നൽകി. കുണ്ടറ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. ആത്മ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം നൽകിയത്. കുണ്ടറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആത്മാ പദ്ധതിയുടെ ഭാഗമായി ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനായാണ് കർഷകർക്ക് പരിശീലനം നൽകിയത്. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം സരണി അനിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ I. തോമസ്, കീർത്തി രാധാകൃഷ്ണൻ, കൃഷി ഓഫീസർ B. ബിനിഷ, CDS വൈസ് ചെയർപേഴ്സൺ ഷാർലറ്റ് നിർമ്മൽ, കൃഷി അസിസ്റ്റന്റ് ലീജ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം G. അനിൽകുമാർ, CDS അംഗം ഗ്രേസി ഷാജി, അഗ്രി റിസോഴ്സ് പേഴ്സൺ സൗമ്യ, CDS മുൻ ചെയർപേഴ്സൺ റഷീദ ബീബി, KM ഫിലിപ്പ്, Y. റോയി, പരിശീലക ചിറക്കര രാജി എന്നിവർ പങ്കെടുത്തു. ചക്കയുടെ ചുള, കുരു, ചവണി, പൂഞ്ഞ്, മടൽ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ചക്ക 65, ചക്ക സൂപ്പ്, ചക്ക ബജി, ചക്കയച്ചാർ, ചക്ക സ്ക്വാഷ് തുടങ്ങിയവ ഉണ്ടാക്കുവാനാണ് പരിശീലനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അഞ്ചൽ പഞ്ചായത്തിലെ കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ശുചീകരിച്ചു. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരമാണ് ശുചീകരിച്ചത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. കാട് മൂടിക്കിടക്കുന്ന പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുകയാണ് ആദ്യഘട്ടം. മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. രാജിമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ചേർന്നുകൊണ്ടൊരു പ്രവർത്തനം നമ്മൾ നടത്തിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുകയും ടൗൺ ഏരിയ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പ് തിരിഞ്ഞ് എല്ലാ കടകളിലും ഈ നോട്ടീസ് കൊടുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യം മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിന് എല്ലാവരും ഇത് ഒന്നിച്ച് നിന്ന് നമുക്ക് പ്രവർത്തിക്കണമെന്നുള്ള രീതിയിലും അവർക്ക് അവയർനെസ് കൊടുത്തുകൊണ്ട് ഉള്ളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റോഡിന് ഇരുവശമുള്ള കാടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശുചീകരണ തൊഴിലാളികളെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് വരികയാണ്. ഓണം എത്തുന്നതോടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലെയും കാട് പിടിച്ചു കിടക്കുന്ന പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുകയാണ് ലക്ഷ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി, പഞ്ചായത്ത് സെക്രട്ടറി സുനിതകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ ഹരിലാൽ, സുജി, ഉമേഷ് ബാബു, രാജി ബൈജു, ആനന്ദി, മായാകുമാരി, ജയന്തി, അനുഗോപി എന്നിവരുടെ നേതൃത്വത്തിലാണ് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചത്. അത് നമുക്ക് കഴിഞ്ഞ വർഷം 2025-26 വർഷം നമുക്ക് ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് ലഭിച്ചിരുന്നു. 1 ലക്ഷം രൂപ ഫണ്ട് ലഭിച്ചിരുന്നതും നമുക്കിപ്പോഴാണ് അത് സാധനങ്ങളെല്ലാം വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മെഷീൻ 2 എണ്ണം നമ്മുടെ പഞ്ചായത്തിലേക്ക് വാങ്ങിയിട്ടുള്ളതും. അല്ലാതെ തന്നെ നമ്മുടെ വാർഡുകളിൽ നേരത്തെ തന്നെ നമുക്ക് ശുചീകരണ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് 6 പേരുണ്ടായിരുന്നു. അവരെ വെച്ചിട്ട് നമ്മൾ വിവിധ ഭാഗങ്ങളിലായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നിരവധിയായ ഉപകരണങ്ങളുണ്ട്. അതിലൊന്നാണ് ബ്രഷ് കട്ടർ. നമുക്ക് ഈ പുല്ല് ചെത്തുന്നതിനും പരിസരം വൃത്തിയാക്കുന്നതിനൊക്കെ ഉപകരിക്കാവുന്ന തരത്തിലുള്ള 2 ബ്രഷ് കട്ടർ പഞ്ചായത്ത് മേടിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഖില കേരള കുടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ചവറയിൽ നടക്കും. ഓഗസ്റ്റ് 2-നാണ് സമ്മേളനം നടക്കുന്നത്. ഗ്രാന്റ് വർദ്ധിപ്പിക്കുക, പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭ പരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഖില കേരള കുടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 2-ന് ചവറയിൽ നടത്തും. ഗ്രാന്റ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, 60 വയസ്സ് കഴിഞ്ഞ ആശാന്മാർക്ക് പെൻഷൻ അനുവദിക്കുക, ഗ്രാന്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തനത് ഫണ്ടിൽ നിന്ന് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വിവിധ സമര പരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
പ്രതിമാസം 2000 രൂപ ഗ്രാൻഡായിട്ടാണ് ഒരു പ്രതിഫലം ലഭിക്കുന്നത്. പണ്ട് കുടിപ്പള്ളിക്കൂട ആശാന്മാർക്ക് ഒരു അംഗീകാരമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 1973, 74, 75 കാലഘട്ടങ്ങളിലാണ് ഇത് ഓർഗനൈസ് ചെയ്ത് അന്ന് കുറേ സമരങ്ങൾ ഗവൺമെൻറ്റിലെ അന്ന് അംഗീകാരത്തിനും ഒരു ഗ്രാൻഡിനും വേണ്ടി കുറേ സമരങ്ങൾ കളക്ട്രേറ്റിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുമൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഒരു കമ്മീഷൻ നിയമിച്ചു, AN ശ്രീധരൻ കമ്മീഷൻ എന്ന് പറഞ്ഞു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടം കേരളത്തിലെ നിലത്തെഴുത്ത് ആശാന്മാർക്ക് അംഗീകാരമാവുകയും അവർക്കൊരു ധനസഹായം നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1998 50 രൂപ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഗ്രാൻഡായിട്ട് ആശാന്മാർക്ക്, അന്ന് ഞാൻ ഈ സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗവൺമെൻറ് സർവീസിൽ പോയപ്പോൾ ആ സ്ഥാനം മാറി രക്ഷാധികാരിയായി. അതിനുശേഷം ഇടക്കളങ്ങര കുഞ്ഞികൃഷ്ണനുള്ള സെക്രട്ടറിയായി, കോയിനാടുള്ള പ്രസിഡന്റ്, ഇങ്ങനെ മാറി മാറി വന്നു. സർവീസിൽ നിന്ന് പെൻഷനായപ്പോൾ വീണ്ടും ഞാൻ പ്രസിഡൻ്റായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനമായിട്ട്. നിരന്തരമായിട്ട് സെക്രട്ടേറിയറ്റിലും പഞ്ചായത്തുകളിലെയൊക്കെ മുന്നിൽ സമരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 50 രൂപ 100 രൂപയായി, 150 രൂപയായി, 200 500 1000 ഇപ്പം ഈ കഴിഞ്ഞ ജൂലൈയിൽ 2000 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് തന്നെ 6 മാസം കൂടുമ്പോഴോ 4 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ മാത്രമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ചവറ ശങ്കരമംഗലം SNDP യൂണിയൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തും. മുതിർന്ന ആശാന്മാരെ മുൻ MLA ആദരിക്കും. പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികളായ ചവറ സുരേന്ദ്രൻപിള്ള, ഇടക്കുളങ്ങര തുളസി, സുനിത അശോകൻ, കാവനാട് D ചന്ദ്രബാബു, ഓച്ചിറ T ഗംഗാദേവി, ശ്രീലത സജീവ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വാനരന് CPR നൽകി രക്ഷിച്ച് വൈൽഡ് ലൈഫ് ക്യാച്ചറും സുഹൃത്തുക്കളും. പുനലൂർ തെങ്കാശി റോഡിലാണ് സംഭവം. വാഹനമിടിച്ച കുരങ്ങിനെയാണ് CPR നൽകി രക്ഷിച്ചത്. പുനലൂർ തെങ്കാശി റോഡിലാണ് വാനരനെ വാഹനം തട്ടിയ നിലയിൽ കണ്ടെത്തിയത്. വൈൽഡ് ലൈഫ് ക്യാച്ചറായ രതീഷ് പുനലൂരും സുഹൃത്തുക്കളായ ജാസ് പുനലൂർ, ഷംനാദ് വള്ളക്കടവ് എന്നിവർ ചേർന്ന് വാനരന് CPR നൽകി രക്ഷ നൽകുകയായിരുന്നു. CPR നൽകി വാനരനെ രക്ഷപ്പെടുത്തിയ ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ആവശ്യമായ പരിശോധന നൽകാമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൗമാരക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി അഖിലാണ് അറസ്റ്റിലായത്. അഞ്ചലിൽ 16-കാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് 25-കാരനായ യുവാവ് അറസ്റ്റിലായത്. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി അഖിലിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് അറസ്റ്റ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുണ്ടറ സ്വദേശി സിയാദിന്റെ മരണം. CPO ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കും മെമ്മോ നൽകുവാനും നിർദ്ദേശം. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷം ചികിത്സയിലായിരുന്ന സിയാദിന്റെ മരണത്തിലാണ് CPO ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമായാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന ആരോപണത്തിലാണ് നടപടി. സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കും മെമ്മോയും നൽകും. കൊല്ലം ജില്ലാ പോലീസ് മേധാവിയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശിയായ സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അയൽവാസിയായ 13-കാരനെ കാണാനില്ലെന്ന പരാതിയിലാണ് സിയാദിനെ കസ്റ്റഡിയിലെടുത്തത്. ജൂൺ 16-ന് രാത്രി വീട്ടിൽ നിന്നുമാണ് സിയാദിനെ പിടിച്ചുകൊണ്ടുപോയത്. കാണാനില്ലെന്ന് പറഞ്ഞ 13-കാരൻ പിറ്റേന്ന് രാവിലെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴായിരുന്നു സിയാദിനെ പോലീസ് വിട്ടയച്ചത്. കൊല്ലം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കപ്പെട്ട സിയാദ് പിന്നീട് മരിച്ചു. പോലീസിന്റെ ക്രൂരമർദ്ദത്തിന് സിയാദ് ഇരയായതാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ജീപ്പിൽ കയറ്റുമ്പോൾ തന്നെ പോലീസ് മർദ്ദനം തുടങ്ങിയിരുന്നതായും കുടുംബം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മറ്റ് സാമഗ്രികളും ഒക്കെ വാങ്ങിയതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ നേതൃത്വം കൊടുത്തു. അത് നമ്മൾ പറയുന്ന ആക്ഷേപമല്ല, ലോകായുക്തയുടെ കണ്ടെത്തലാണ്. ഞാൻ പറഞ്ഞു വന്നത്, പണം സമ്പാദിക്കുവാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമായി അധപ്പതിച്ചു പോയൊരു പാർട്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഴിമതിയുടെ തേങ്ങ ഉടച്ച് മുന്നോട്ട് പോകുമ്പോൾ മിനിമം ചിരട്ടയെങ്കിലും ഉടയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിൽക്കാനോ നിലനിന്ന് പ്രവർത്തിക്കാനോ കഴിയുന്നില്ല എന്നുള്ളത് തെളിവാണ്. CPM എവിടെയൊക്കെ ഉണ്ടോ, ഏത് ഭരണനേതൃത്വത്തിലുണ്ടോ, അത് പഞ്ചായത്തായിക്കോട്ടെ, തദ്ദേശഭരണ സ്ഥാപനമായിക്കോട്ടെ, സൊസൈറ്റികളായിക്കോട്ടെ, സഹകരണ സ്ഥാപനങ്ങളായിക്കോട്ടെ, എവിടെയൊക്കെ CPM നേതൃത്വം അവിടെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ കൊടിയ അഴിമതിയും നടമാടി മുന്നോട്ട് പോകുന്നതാണ് യാഥാർത്ഥ്യം. വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം MV ശശികുമാരൻ നായർ, DCC ജനറൽ സെക്രട്ടറിമാരായ തുണ്ടിൽ നൌഷാദ, P നൂറുദ്ദീൻ കുട്ടി, PK രവി, ദിനേശ് ബാബു, രവി മൈനാഗപ്പള്ളി, ജയശ്രീ രമണൻ, R അരവിന്ദാക്ഷൻ പിള്ള, റിയാസ് പറമ്പിൽ, PM സെയ്ദ്, MI നിസാർ, ഗോപൻ പെരുവേലിക്കര, R കൃഷ്ണകുമാർ, വിനോദ് വില്യത്ത്, ശ്രീജിത്ത് കല്ലട, ചക്കവള്ളി നസീർ, RD പ്രകാശ്, നളിനാക്ഷൻ, ശ്രീജിത്ത് കല്ലട, L സരസ്വതിയമ്മ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചികിത്സയ്ക്ക് കൈക്കൂലി വാങ്ങിയ ഫിസിയോതെറാപ്പിസ്റ്റിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കായംകുളം ചേരാവള്ളി സ്വദേശി രജനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ NHM കരാർ ജീവനക്കാരനാണ്. ഓപ്പറേഷൻ പ്രോജക്ട് സീറോയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ NHM കരാർ ജീവനക്കാരനായ കായംകുളം ചേരാവള്ളി സ്വദേശി രജനീഷിനെയാണ് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശാനുസരണം ആശുപത്രിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഫിസിയോതെറാപ്പി ചികിത്സയ്ക്ക് എത്തുന്നവരിൽ നിന്ന് പണം വാങ്ങുന്നതായുള്ള പരാതിയിലായിരുന്നു അന്വേഷണം. ആശുപത്രിയിലെത്തിയ വിജിലൻസ് സംഘം പരാതിക്കാരിക്ക് നൽകിയിരുന്ന 1000 രൂപ ഇയാളിൽ നിന്നും കണ്ടെടുത്തു. രോഗികൾക്ക് നല്ല ചികിത്സ ലഭിക്കുന്നതിനായാണ് കൈക്കൂലി വാങ്ങിയിരുന്നത്. ചികിത്സാർത്ഥമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് രോഗികൾക്ക് ബുക്കുകൾ നൽകിയിരുന്നു. ഈ ബുക്കുകളിൽ 500 രൂപയുടെ നോട്ടുകൾ വെച്ച് നൽകുകയായിരുന്നു രീതി. ഇതിനായി ചികിത്സയ്ക്കെത്തുന്ന ചിലരാണ് പ്രവർത്തിച്ചിരുന്നതെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിജിലൻസ് കൊടുത്തയച്ച 1000 രൂപ കൂടാതെ 10,000-ഓളം രൂപയും ഇയാളിൽ നിന്നും വിജിലൻസ് കണ്ടെടുത്തു. ആലപ്പുഴ വിജിലൻസ് SP KV ബെന്നി, CIമാരായ ഷൈജു ഇബ്രാഹിം, പ്രശാന്ത് കുമാർ, നിസാമുദ്ദീൻ, ജിംസ്റ്റൺ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. ഭീമാ മൻസിലിൽ ബഷീറാണ് മരിച്ചത്. കുളത്തൂപ്പുഴ ടൗണിലേക്ക് പോകുമ്പോഴായിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണം. ചികിത്സയ്ക്ക് കൈക്കൂലി, ഫിസിയോതെറാപ്പിസ്റ്റിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കായംകുളം ചേരാവള്ളി സ്വദേശി രജനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ NHM കരാർ ജീവനക്കാരനാണ്. കുണ്ടറ സ്വദേശി സിയാദിന്റെ മരണം.
CPO ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. കൗമാരക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി അഖിലാണ് അറസ്റ്റിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.